ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു വെള്ള പേപ്പർ എടുക്കാനുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബുക്ക് മാർക്ക് തന്നെ ഉണ്ടാക്കാം. ഒരു പേപ്പർ എടുത്ത് അത് കുറച്ച് കഷ്ണങ്ങളാക്കി നമുക്ക് കീറിയെടുക്കാം. എന്നിട്ട് നമുക്കത് അത്യാവശ്യം പകുതി ഈ ഒരു നീളം തന്നെ നമുക്ക് മതിയാകും. ഇങ്ങനെ നമുക്ക് 2-3 പേപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 4 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കലാവിരുദ്ധങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിനകത്ത് ഓരോരോ പടങ്ങളായിട്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പൂവാണ് വരച്ച് കൊടുക്കുന്നത്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിതിൽ പൂക്കളൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് ഫുള്ളായിട്ടും സ്കെച്ച് തന്നെയല്ല അടിക്കുന്നത്, പകുതിയും കളർ പെൻസിലാണ് അടിക്കുന്നത്. നമ്മൾ ബോർഡർ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം കളർ പെൻസിലിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കുമ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ പൂക്കളും വരച്ചതിന് ശേഷം നമുക്ക് കളറൊക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കളർ പെൻസിലും കൂടി ഇതിനകത്ത് ഈ പൂവിൻ്റെ ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ അതാവുമ്പോഴത്തേനും അത്യാവശ്യം ഇത്തിരി കൂടി നല്ല കാണാൻ ഭംഗിയായിരിക്കും ഇത്. ഇതേപോലെ എല്ലാത്തിനും ഇതേപോലെ സ്കെച്ച് വെച്ച് ബോർഡർ ചെയ്യും. ബാക്കിയെല്ലാം കളർ പെൻസിൽ കൊണ്ട് നമ്മളൊന്ന് കളർ ചെയ്ത് എടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 4 ഡിസൈനും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ടേപ്പ് ഒട്ടിക്കാം, അല്ലെങ്കിൽ വേണ്ട. അത് നമുക്ക് ഇതിനകത്തൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പുറകിൽ എന്തെങ്കിലും ഒട്ടിച്ച് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബുക്കിനകത്ത് ഏതെങ്കിലും ഒരു പേജിനകത്ത് നമുക്ക് ഇങ്ങനെ അടയാളമായിട്ട് ഇത് വെക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, നമുക്ക് അടയാളമായിട്ടൊക്കെ ഇത് ഇങ്ങനെ വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.